സഹോദരൻ, ഇനിയാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം എടുത്ത് 3 വർഷമായിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെയും എല്ലാം രാഷ്ട്രീയം കണ്ടും മടുത്തു. അപ്പോൾ ആം ആദ്മി പാർട്ടി, കേജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി വളരെ നല്ലത് ചെയ്യുന്നു എന്ന് ഉള്ള ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗജന്യമായി ഓരോന്ന് കൊടുക്കാൻ തുടങ്ങിയത്. ഡൽഹിയിൽ ഇലക്ട്രിസിറ്റി, വെള്ളം ഇത്ര ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ബസ് യാത്രയെല്ലാം, മെഡിക്കൽ, അതായത് രോഗികളെ സൗജന്യമായി ചികിത്സിക്കുന്നു. അത് എത്ര പൈസ ചിലവായാലും അത് ഗവൺമെൻറ് വഹിക്കുന്നു. ഇതൊക്കെ ഡൽഹിയിലാണ് ആദ്യം തുടങ്ങിയത്. എന്നാൽ അതിൻ്റെ പുറകെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സൗജന്യം വാഗ്ദാനം ചെയ്തു തുടങ്ങി ഇലക്ഷൻ വരുന്നതിന് മുമ്പ്. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും വർഷം ഇന്ത്യ ഭരിച്ചിട്ടും ഇതുവരെ അവർക്ക് ആം ആദ്മി പാർട്ടി സൗജന്യമായി പ്രഖ്യാപിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ മാത്രം ഈ ബോധം ഉദിച്ചു. ഇതുവരെ ഇപ്പോൾ ഇവർ കൊടുക്കുന്നതും അവരുടെ പോക്കറ്റിൽ നിന്നുള്ള കാശല്ല. അവർ എവിടെ നിൽക്കുന്നോ അവിടുന്ന് കിട്ടുന്ന കാശിൽ നിന്നാണ് സൗജന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാൾ അവർക്കിത് കൊടുക്കാൻ സാധിച്ചില്ല? ഇത്രയും നാൾ കിട്ടിയ കാശെല്ലാം ഇവിടെ പോയി? ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാമോ? ഇല്ല, എല്ലാം അവരുടെ പോക്കറ്റിൽ. അതായത് സാധാരണക്കാരനെ വിദ്യയാക്കാനുള്ള എഡ്യൂക്കേഷനാണ് ഇവരെല്ലാം കയ്യിലുള്ളത്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വരാൻ കാരണം വന്നത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് കേൾക്കുന്നതല്ല. ഇനി ഞാൻ വേണേൽ പറഞ്ഞു തരാം, അതിപ്പം എടുക്കുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ് സുഖമായ ജീവിതം. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വലിയ പരാതികളുണ്ട്. എന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനിയുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പുണ്ടെന്ന് വരെ വന്നു. എന്നാൽ ഇതൊന്നും ചോദ്യം ചെയ്ത് ഇവർ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് സത്യമാണ്. അത് തന്നെയല്ല, വളരെ സ്വത്ത് സമ്പാദ്യങ്ങളിൽ കൂടെയും അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട് ആചാരമായിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പാർട്ടികൾ, ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ കുടുംബം വീതമായ നോർത്ത് ഇന്ത്യയിൽ ഇലക്ഷനിൽ നിന്നാണ് എല്ലാവരും ജയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അവർ ഇപ്പോൾ കേരളത്തിൽ വന്നു? കേരളത്തിലെ സ്വാർത്ഥരായ നല്ല മനുഷ്യർ അവരെ വിളിച്ചുകൊണ്ട് വന്നതാണ്. കാരണം അപ്പോൾ പ്രിയങ്കയും രാഹുലിനും മനസ്സിലായി ഇത് നല്ലൊരു സ്ഥലമാണ്, തൊട്ടു നോക്കാൻ കൊടുത്താൽ മതി, പുറകെ പോരും. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുലും കേരളത്തിൽ വന്നു. അല്ല എങ്കിൽ കേരളത്തിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ നോർത്ത് ഇന്ത്യയിൽ പോയി ഇലക്ഷൻ നിൽക്കുന്നു? കേരളത്തിലെ നല്ലവരായ നേതാക്കന്മാർക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പോയാൽ കള്ളവും കൊള്ളയും ചെയ്താൽ ജീവൻ കിട്ടത്തില്ല. അതുകൊണ്ട് അവരിവിടെ കേരളം വിട്ട് പോകത്തില്ല ഇലക്ഷനിൽ നിൽക്കാനായിട്ട്. അത് ഏതെങ്കിലും ഒരെണ്ണമെന്ന് പോയിരിക്കട്ടെ. ഇവർ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നില്ല, അവർക്ക് കാശും കിട്ടും. എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഒരു നേതാവ് ഡൽഹി പോയി സൂക്ഷിച്ച് ജീവിച്ചേച്ച് ഇലക്ഷൻ നിൽക്കുന്ന കേരളത്തിൽ, എന്നിട്ട് അവിടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇവിടെ വന്ന് വലിയ പ്രസംഗിക്കുന്നതല്ലാതെ എല്ലാം മനുഷ്യ വിദ്യയാക്കുക. കേരളത്തിലെ സർക്കാരാണെങ്കിലും വളരെ നല്ലതാണ് ചെയ്യുന്നത്. കാരണം മെട്രോയും അണ്ടർ വാട്ടർ മെട്രോയും എല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോഴും പുതിയ പരിപാടിയിടുക, എല്ലാം തറക്കല്ലിട്ട് കമ്മീഷൻ മേടിച്ച് പോവുകയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആം ആദ്മി പാർട്ടിയിൽ ഞാൻ ചേരാൻ കാരണം അവർ പണത്തിന് വേണ്ടിയല്ല,
നിങ്ങൾ അവരുടെ ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാൽ ഡൽഹിയിലും പഞ്ചാബിൽ ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ കാണുക. അവർക്ക് 2020 പോലെ തന്നെ അവർക്ക് കാശ് മിച്ചമാണ്. അവർ ഓരോരോ സൗജന്യ കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യർക്ക് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ കാണാതെ പോകരുത്. കേരളത്തിലെ രാഷ്ട്രീയമല്ല ഡൽഹിയിൽ കേജ്രിവാൾ കാഴ്ചവെച്ചത്. അദ്ദേഹം നല്ലൊരു ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അത് ഉപേക്ഷിച്ചിട്ടാണ് വന്ന ഈ പാർട്ടി രൂപീകരിച്ചത്. നിങ്ങൾക്കറിയാമെങ്കിൽ കേജ്രിവാൾ ഒരു ഭവനം നിർമ്മിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ കണക്ക് വരെ എടുത്ത് പുറത്ത് കാണിച്ചവരാണ് ഡൽഹിയിലുള്ളവരിപ്പോൾ. ഞാൻ ചോദിക്കുന്നത്, ഇവരെല്ലാം ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവരെല്ലാം ചെറ്റക്കുണ്ടിലാണോ നേതാക്കന്മാർ താമസിക്കുന്നത്? എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇനിയിപ്പോൾ ഒരാളെ നാട്ടിക്കാനായിട്ട് അയാൾ അങ്ങോട്ട് തിരിച്ചാൽ ഉടനെ മറ്റേലാ പോയെന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. ആം ആദ്മി പാർട്ടി എന്തെല്ലാം നന്മ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക. അത് കണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുക. അതായത് പഞ്ചായത്തിലാണെങ്കിലും ഈ മറ്റു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആം ആദ്മി പാർട്ടി വന്നാൽ അവർ കാശ് വെട്ടിക്കത്തില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിൽ പിരിവെടുത്തെങ്കിൽ അത് ഡൽഹിക്ക് അയച്ചിട്ട് അത് QR കോഡ് വെച്ചാണ്, ഞങ്ങളുടെ അക്കൗണ്ടിലല്ല. ആര് പൈസ തരുന്നോ അവരുടെ പേരിൽ അത് ഡൽഹി ചെല്ലും. നിങ്ങളാരും ചിന്തിക്കണ്ട. ഞങ്ങളാരും കാശ് മൂട്ടിക്കാനല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്ക്, ഏതവനാം കാശ് മൂട്ടിക്കാതിരുന്നുള്ളത് ഇന്ന് സുഖമായി ജീവിക്കാനുള്ള ഇതുവരെയും കണ്ടിട്ടുള്ളത് രാഷ്ട്രീയവും മതവുമാണ്. രാഷ്ട്രീയ പാർട്ടികൾ കൊള്ളയടിക്കുന്നെങ്കിൽ, അവർ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നെങ്കിൽ മതങ്ങൾ ദൈവങ്ങളെ കൊള്ളയടിക്കുന്നു. എനിക്കിപ്പോൾ എത്ര പറയാനുള്ളൂ? സഹോദരങ്ങളെ, നിങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തനത്തെ നിരീക്ഷിച്ച് അവർ ചെയ്യുന്നത് നല്ലതെന്ന് കണ്ടാൽ അവർക്ക് വോട്ട് ചെയ്യുക.